ഹായ് എല്ലാവർക്കും ന്യൂജൻ മാത്തിൻ്റെ SSLC ചാനലിലേക്ക് സ്വാഗതം. ഇന്നും നമ്മൾ ടെക്സ്റ്റിലെ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഒന്നും കാണാത്തവർക്കാണ്, നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനൊക്കെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. വീഡിയോസ് നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒന്നാമത്തെ ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാം. ഹൈലൈറ്റ് ആയിട്ട് നിങ്ങളൊന്ന് നോക്കുക. ദ ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് നയൻത്ത് ടേം ഈസ് 66. അപ്പോൾ അഞ്ചാമത്തെ ടേമും തന്നിട്ടുണ്ട്, ഒൻപതാമത്തെ ടേമും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? 25ാമത്തെ ടേമിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എത്രയാണ്? 25ാമത്തെ ടേം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, ഏതൊരു കുട്ടിക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി കാണിക്കാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഏതാ? 5ാമത്തെ ടേം. അപ്പോൾ ആദ്യത്തിനകത്ത് ഡാഷ് കൊടുക്കുക. ആദ്യത്തെ ടേം ഇല്ല, രണ്ടാമത്തെ ഇല്ല, മൂന്നാമത്തെ ഇല്ല, നാലാമത്തെ ഇല്ല. 5ാമത്തെ ടേം ആയ 38 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് 6 ഇല്ല, 7 ഇല്ല, 8 ഇല്ല. പിന്നെ 9ാമത്തെ ടേമായ 66 ഉണ്ട്. ഇതെഴുതിയത് എല്ലാവർക്കും മനസ്സിലാവും, അല്ലാതെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാവർക്കും പിടികിട്ടിക്കാണ്. അപ്പോൾ ഈ 5ാമത്തെ ടേമും ഉണ്ട്, ഈ 9ാമത്തെ ടേമും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 25ാമത്തെ ടേം കണ്ടുപിടിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 9ാമത്തെ ടേമാണെന്നറിയാലോ. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞ് 10, 11, 12, 13, 14 അങ്ങനെ പോയി എത്രാമത്തെ കണ്ടുപിടിക്കണം? 25. എന്തെഴുതണമെങ്കിലും നിങ്ങൾക്കറിയാം, ഇതിന് തൊട്ട് മുമ്പുള്ള ഇവിടുത്തെ സംഖ്യ എഴുതണമെങ്കിലും ഇതിന് തൊട്ടപ്പുറത്തെ ഒരു സംഖ്യ എഴുതണമെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ. എന്തും അത് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. ആ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ രണ്ട് രീതി നിങ്ങളെ പഠിപ്പിച്ചു. ഒന്നെങ്കിൽ അടുത്തടുത്ത രണ്ട് സംഖ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് ഇതങ്ങ് കുറച്ചാൽ മതി. അങ്ങനെ ചെയ്യാൻ ഇവിടെ ഉണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ മറ്റൊരു സമവാക്യം പഠിച്ചെന്തോ? ടേം ഡിഫറൻസ് ബൈ. കഴിഞ്ഞ വീഡിയോസിലെല്ലാം പഠിപ്പിച്ചാണ്. ടേം ഡിഫറൻസ് ബൈ എന്താണ്? പൊസിഷൻ ഡിഫറൻസ്. എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ചെയ്താൽ മതി. ടേം എന്ന് പറഞ്ഞാൽ എന്താ? പദവ്യത്യാസം. പദങ്ങളുടെ പദവ്യത്യാസത്തിൽ നിന്നും എന്ത് ഡിവൈഡ് ചെയ്താൽ മതി? പദവ്യത്യാസം ബൈ പൊസിഷൻ എന്ന് പറയുമ്പോൾ സ്ഥാന വ്യത്യാസം. മലയാളം മീഡിയക്കാർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പറയണം, മനസ്സിലായിക്കോ. അപ്പൊ എന്താണ് പദവ്യത്യാസം? മീൻസ് പദങ്ങൾ ടേം ആണ്. ഇതൊക്കെ നമ്മൾ വീഡിയോ പറയുന്നുണ്ട്, ദയവ് ചെയ്ത് പഴയതൊന്ന് കാണുക, അപ്പൊ നിങ്ങൾക്ക് കൃത്യമാവും. അപ്പൊ ഇവിടെ വന്ന് ഡി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ആ 66ഉം 38ഉം കൂടെ കുറയ്ക്കണം. എന്നിട്ട് അതിന്റെ സ്ഥാനം പറ. ഇത് എത്രാമത്തെ ടേം? 9ാമത്തെ ടേം. ഇത് എത്രാമത്തെ ടേം? 5ാമത്തെ ടേം. അപ്പൊ അടിയിൽ എഴുതേണ്ടത് എന്താണ്? 9 - 5 ചെയ്താൽ മതി, ഡി കിട്ടും. സിമ്പിൾ ആയിട്ട് പറ. ഡി സമം, നിങ്ങൾ പറ, അതാ ഇതിനോട്ടിങ്ങോട്ടൊന്ന് എഴുതാം. 68 നിന്ന് 38 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 16 ആവുമ്പോൾ 8 വരും. അതിൽ നിന്ന് 5 ആവും, 5 നിന്ന് 28 കിട്ടും. അപ്പൊ ഡി സമം 28/4 എന്ന് വരും. ഡി സമം 7. അപ്പൊ നമുക്ക് കിട്ടി ഡി എത്രയാണ് മക്കളെ? ഡി എന്ന ഉത്തരം കിട്ടി. ഡി എന്ന് പറയുന്നത് 7 ആകുന്നു. ഡി എന്ന് പറയുന്നത് എത്രയാണ്? 7. ഓക്കെ ആണ്. അപ്പൊ ഡി എത്രയാണ് മക്കളെ? ഡി എന്ന് പറയുന്നത് 7 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എഴുതാം. 38ന് തൊട്ട് മുന്നേ ഉള്ള സംഖ്യ എന്തുവാ? 7. ഈ 7 എന്ത് ചെയ്യണം? കുറയ്ക്കണം. 38 നിന്ന് 7 കുറച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായി എഴുതാൻ പറ്റുമല്ലോ. എന്താ ഇവിടെ? 31. സംശയമൊന്നുമില്ല. ഇനി 31 നിന്ന് 7 കുറച്ചാൽ നമുക്ക് എഴുതാൻ പറ്റി 24. സെറ്റാണ്. 24 നിന്ന് 7 കുറച്ച് നമുക്ക് പറയാൻ പറ്റിയത് 17. 17 നിന്ന് 7 കുറച്ച ഇവിടുത്തെ സംഖ്യ എന്താണ്? 10. എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒന്നാമത്തെ സംഖ്യ കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം 10 കിട്ടി. സിമ്പിൾ ആണ്. നമ്മുടെ ഈ ചോദ്യത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടുള്ളത് 25ാമത്തെ ടേമാണ്. അപ്പൊ 25th ടേം കണ്ടുപിടിക്കാൻ എന്തൊക്കെയുണ്ട് മാർഗം? നിങ്ങൾ പറ. നിങ്ങൾ ആലോചിച്ച്. ഇത് ഒന്നാമത്തെ ടേം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ടേമിന്റെ കൂടെ എന്ത് കൂട്ടണം? എന്താണ് മക്കളെ? ഇത് ഒന്നാമത്തെ ടേം. 25ാമത്തെ ടേം അങ്ങ് ദൂരെയല്ലേ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ടേം കഴിഞ്ഞാണ്ട് ഇവിടെ ഒരു ഡി ഉണ്ട്, ഇവിടെ ഒരു ഡി ഉണ്ട്. എല്ലായിടത്തും ഡികളാണ് കൂട്ടി പോകുന്നത്. എത്ര വട്ടം ഡി കൂട്ടണം എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ടേമിന്റെ കൂടെ 25ാമത്തെ ടേമിൽ കണ്ടുപിടിക്കണ്ടേ എന്ന് പറയുമ്പോൾ 24 പ്രാവശ്യം ഡി കൂട്ടണം. കേട്ടല്ലോ? 24 ഡി കൂട്ടണം. ഒന്നാമത്തെ ടേമിനോട് 24 ഡി നോക്കല്ലെങ്കിൽ ഈ ഒന്നാമത്തെ ടേമിനോട് എത്ര ഡി കൂട്ടിയാൽ 31 കിട്ടും? അണ്ട 1 ഡി, 2 ഡി, 3 ഡി എന്ന് പറയുമ്പോൾ ഇത് 4ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ടേമിനോട് എത്ര ഡി? 1, 2, 3 ഡി. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ 25ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? 24 ഡി.
ഓക്കെ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ ഇവിടെ ക്വസ്റ്റ്യന് എന്ത് തന്നിട്ടുണ്ട് മക്കളെ? അഞ്ചാമത്തെ ടേം വന്നിട്ടില്ലയോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഭാഷയിൽ ഒന്ന് എഴുതിയാണ് 25ാമത്തെ ടേം നമുക്ക് കണ്ടുപിടിക്കണം. നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിൽ 5ാമത്തെ ടേം തന്നിട്ടുണ്ട്. 5th ടേമിൻ്റെ കൂടെ ഇനി എത്ര കൂട്ടണം? 5 കഴിഞ്ഞാൽ ബാക്കി 25-ലെത്താൻ ഇനി എത്ര ഉണ്ട്? ഒരു 20 ഉണ്ട്. അപ്പോൾ അത്രയും ഡി, 20 ഡി കൂട്ടിയാലും മതി. ഇല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? 9ാമത്തെ ടേം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പറ 25ാമത്തെ ടേം കണ്ടുപിടിക്കണം. 9ാമത്തെ ടേമിനോട് എത്ര ഡി കൂട്ടണം? പറ. 9 കഴിഞ്ഞാൽ 25-ലോട്ട് എത്താൻ ഇനി എത്ര ഉണ്ട്? 16 എന്ന് പറയുമ്പോൾ 9ാമത്തെ ടേമിന്റെ കൂടെ എത്ര ഡി കൂട്ടണം? 16 ഡി. ഈ ഏത് ഐഡിയയിലൂടെ ആയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ഞാൻ ഇത് അവസാനത്തെ ഐഡിയയിലൂടെ തന്നെ ചെയ്യുന്നു. 9ാമത്തെ ടേം എത്ര? 9ാമത്തെ ടേം എത്ര? 66. 9ാമത്തെ ടേം 66. 66 പ്ലസ് പറ. ഈ ഡി എത്ര? ഡി എന്ന് പറഞ്ഞ കണ്ടുപിടിച്ച എത്ര? 7 അല്ലേ? ഈ ഡി എന്ന് പറയുന്നത് 7 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 16 × 7 ചെയ്യണം. എന്ന് പറയുമ്പോൾ 66 പ്ലസ് 16 × 7 എത്ര? 7 6 42 4 112. 112നോട് എന്ത് ചെയ്യണം? 66 കൂട്ടുമ്പോൾ എത്ര വരും മക്കളെ? എങ്ങനെ വരും? ഒന്നുകൂടെ കൂട്ടി നോക്കി. 8 7 1 178 25ാമത്തെ ടേം കേട്ടോ. 25ാമത്തെ ടേം എന്ന് പറയുന്നത് 178. എല്ലാവരും പഠിക്കുമ്പോൾ വൃത്തിക്ക് പഠിക്കേണ്ട. ഈ 3 രീതിയിലും നമുക്ക് കണ്ടുപിടിക്കാം. ഞാൻ ദാ ഈ അവസാനത്തെ രീതിയെ ഉപയോഗിച്ചോളന്നേ ഉള്ളൂ കേട്ടല്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ 1ാമത്തെ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. സെറ്റാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ കമൻ്റ് ഒക്കെ ഒന്ന് അറിയിക്കുക. കുറച്ച് പേരെ കമൻറ്റ് ഇട്ട് തുടങ്ങി, സന്തോഷം. നമുക്ക് ഇതുപോലെ ഈ വീഡിയോസ് തീർക്കണം. നിങ്ങളുടെ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ചെയ്തു തരും. ഇന്നത്തെ വീഡിയോയിലെ 2ാമത്തെ ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒരു നല്ല അടിപൊളി ചോദ്യമാണ് കേട്ടോ. വൃത്തിക്ക് പഠിക്കണം. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ 101 എ ടേം ഇൻ ദ അരിത്തമാറ്റിക് സീക്വൻസ്. ഈ സീക്വൻസ് ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു ടേം ആണോ 101 എന്ന് വെച്ചാൽ മനസ്സിലാവാത്തവർ ഇതാ മനസ്സിലാക്കുക. 13 24 35 എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡി എത്ര നിങ്ങൾക്ക് കിട്ടി? 13നോട് എത്ര കൂട്ടിയതാ? 11 കൂട്ടിയതല്ലേ അല്ലേ? ഡി എന്ന് പറഞ്ഞാൽ 11 അല്ലേ? നോക്ക് 13നോട് എന്ത് കൂട്ടിയതാ? 11 കൂട്ടുമ്പോൾ 24 എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡി കിട്ടി. ഇപ്പോൾ 35 കഴിഞ്ഞാൽ അടുത്ത് എന്തുമായിരിക്കും? 46. 46 കഴിഞ്ഞാൽ പിന്നെ എന്തുമായിരിക്കും? 46 10 56 1 57. ഇങ്ങനെ പോകുന്ന ടേംസിൽ ആരുണ്ടോ 101 സംഖ്യ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. ഈ പോകുന്ന ടേമിൽ ഇവിടെ 101 എന്ന് പറഞ്ഞ ടേം ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ട, സമാന്തര ശ്രേണി 101 എന്ന പദം ആണോ? 101 എന്ന് പറഞ്ഞ പദം ഉണ്ടോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യാനായിട്ടൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ തൊട്ട് മുമ്പ് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു. ഡിയുടെ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചല്ലാണ്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ താണ്ട് ഡിക്ക് ഒരു ഇക്വേഷൻ പഠിപ്പിച്ചല്ലോ. എന്തുവാ? ഡി സമം എന്തുവാ? ടേം ഡിഫറൻസ് ബൈ എന്തെന്നാ പഠിപ്പിച്ച? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നിങ്ങളെ പഠിപ്പിച്ചു. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മറ്റൊന്ന് ഈ ചോദ്യം ചെയ്യാനായിട്ട് പഠിക്കുന്നു. വളരെ സിമ്പിളാണ്. പൊസിഷൻ ഡിഫറൻസിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നു. പൊസിഷൻ ഡിഫറൻസ് സമം പഠിച്ചു വെച്ചേക്കുക ടേം ഡിഫറൻസ് ബൈ എന്താണ്? ഡി. കണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമവാക്യം വെച്ചിട്ടാണ് ഈ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചോദ്യത്തിന്റെ സമവാക്യം മനസ്സിലായി? പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഒരു ഡി ഉണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും അവിടെ? ടേം ഡിഫറൻസും കാണണം, പൊസിഷൻ ഡിഫറൻസ്. ഇതിൽ ഏതെങ്കിലും ഒന്നില്ലെങ്കിൽ ഈ പോകുന്ന ടേംസ് ഇല്ലെന്നല്ലേ അർത്ഥം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ടേം ആണെങ്കിൽ ഈ ടേം ഡിഫറൻസ് ചെയ്യുമ്പോഴും പൊസിഷൻ ഡിഫറൻസ് ചെയ്യുമ്പോഴും ഉത്തരം കിട്ടണം. ഇല്ലെങ്കിൽ അത് തെറ്റാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാം. പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ട മക്കളെ? ആദ്യം ചെയ്യേണ്ടത് ടേം ഡിഫറൻസ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഒരു ടേം ആണ് 101 ഞാൻ വിചാരിക്കുന്നു. 101 എന്ന് പറയുന്ന ഒരു ടേം ആണെന്ന് വിചാരിക്കുന്നു കേട്ടല്ലോ. അപ്പൊ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ 101ഉം ഈ 13ഉം തമ്മിൽ ഞാൻ ടേം ഡിഫറൻസ് ചെയ്യുന്നു. 101 - 13 എന്ന് പറയുമ്പോൾ 101 ഏതോ എടുത്ത ടേം എനിക്ക് അറിഞ്ഞുകൂടാ. 13 എന്ന് പറയുന്ന പക്ഷെ എന്താ? ഫസ്റ്റ് ടേം അറിയാം. ഇനി എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? അടിയിൽ എന്തോ ഇക്വേഷന്റെ അടിയിൽ എന്തോ ഡി എത്ര? 11. നോക്ക് 13നോട് എത്ര കൂട്ടിയേക്കുന്നത്? 11. അതുകൊണ്ട് ഡി എത്ര? 11 ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു പറ. 101 - 13 കുറച്ച് എത്ര കിട്ടും? 101 - 13 കുറച്ച് 88. 88/11 എന്ന് പറയുമ്പോൾ ഉത്തരം എത്ര? 8. അപ്പൊ എന്ത് കിട്ടുന്നുണ്ട് നമുക്ക്? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഉത്തരം കിട്ടുന്നുണ്ട്. എന്ത് കിട്ടി? നമ്മുടെ ഉത്തരം കിട്ടിയിരിക്കുന്നു. പൊസിഷൻ ഡിഫറൻസ് എന്ന ഉത്തരം കിട്ടി. പൊസിഷൻ ഡിഫറൻസ് എത്ര എന്ന് കിട്ടി മക്കളെ? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 എന്ന ഉത്തരം കിട്ടി.
എന്ന് പറയുമ്പോൾ 101 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ സംഖ്യ? നിങ്ങൾ നേരത്തെ ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം പൊസിഷൻ ഡിഫറൻസ് 8 കിട്ടണമെങ്കിൽ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ തമ്മിലുള്ള കുറയ്ക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ 13 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം അല്ലയോ? 13 ഫസ്റ്റ് ടേമും ഇതിന്റെ എവിടെ ഉള്ളതാണെന്ന് അറിഞ്ഞുകൂടാ. നമുക്ക് 101 എന്ന് പറഞ്ഞാൽ എവിടുത്തെ സംഖ്യ എന്ന് അറിയാമോ? അറിഞ്ഞുകൂടാ. പക്ഷെ 13 എന്ന് പറഞ്ഞാൽ എത്രയാ? ഫസ്റ്റ്. അങ്ങനെ ഇത് 8 കിട്ടണമെങ്കിൽ ഈ ടേമിൽ നിന്ന് ഇത് കുറച്ചപ്പോഴല്ലേ എന്ന് പറയുമ്പോൾ ഇത് എത്രാമത്തെ ടേമാ? 9ാമത്തെ ടേം ആയിരിക്കും. കേട്ടല്ലോ? അപ്പൊ 101 എന്ന് പറയുന്ന എത്രാമത്തെ ടേം ആയിരിക്കും? 9ാമത്തെ ടേം. കണ്ടോ? ഞാൻ ചുമ്മാതൊന്ന് പറഞ്ഞു തന്നതാണ് കേട്ടോ. ഇത് 9 ആണെങ്കിൽ 9ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 8. മനസ്സിലായി? ഇത് 9ാമത്തെ ടേം ആയി കഴിഞ്ഞാൽ ഇത് 1ാമത്തെ ടേം. 9ൽ നിന്ന് 1 കുറച്ചാൽ 8 കിട്ടും. അപ്പൊ ഇത് 8 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടി, അല്ലെങ്കിൽ പൊസിഷൻ ഡിഫറൻസിന് ഒരു ഉത്തരം കിട്ടി എന്ന് പറയുമ്പോൾ ഇതെന്താണ്? ഇത് ടേം ആണ്. അതിനു വേണ്ടിയുള്ള ഇംഗ്ലീഷ് ഡയലോഗ് നമ്മൾ എഴുതാൻ പോവുക. അതിന്റെ ഇംഗ്ലീഷ് ഡയലോഗ് ആയിട്ട് നിങ്ങൾക്ക് ഇതാണ്ട് ഇത് പഠിക്കാം. സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള 88 എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആകുന്നു. കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആകുന്നത് കൊണ്ട് 101 എന്ന് പറയുന്ന ടേം ഓഫ് ദി സീക്വൻസ് ആണ്. ഓക്കെ, സെറ്റ് ആണ്. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പൊസിഷൻ ഡിഫറൻസിന് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? 101 എന്ന് പറഞ്ഞ ടേം ആണ്. ഓക്കെ, സെറ്റ്. അപ്പൊ ചോദ്യം തീർന്നിട്ടില്ല. ഒരു ചോദ്യവും കൂടെ അതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1001. കണ്ട, 1001 എന്ന് പറയുന്ന ടേം ആണോ എന്ന് ചോദിച്ചു. അപ്പോഴും നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ ഇറങ്ങും? നമ്മൾ അപ്പോഴും പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നോക്കും. പൊസിഷൻ ഡിഫറൻസ് സമം എന്ത് ചെയ്യണം? ടേം ഡിഫറൻസ് ചെയ്യണം. എന്ന് പറയുമ്പോൾ എത്ര? 1001 എത്ര കുറയ്ക്കണം? 1001 ഞാൻ എന്ത് കുറയ്ക്കണം? ആദ്യത്തെ ടേം അങ്ങ് കുറയ്ക്കണം. 1001 എത്ര കുറയ്ക്കണം? 13. ഫസ്റ്റ് ടേം കുറയ്ക്കുന്നു. ഡി എന്ന് പറയുന്ന എത്ര? 11. 1001 13 കുറച്ച് എത്ര? 900 ഡിവൈഡഡ് ബൈ 11. അങ്ങനെ നമ്മൾ 900നെ 11 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 11 8 88, ബാക്കി 20, 11 1 11, ബാക്കി 9, പിന്നെ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ 90, പിന്നെ 8. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 81.8. ഇങ്ങനെ ഒരു പൊസിഷൻ കാണുമോ? ഇങ്ങനെ ഒരു പൊസിഷൻ ഡിഫറൻസ് രണ്ട് സംഖ്യകളുടെ സ്ഥാനങ്ങൾ, സ്ഥാനം എന്ന് പറഞ്ഞാൽ അറിയാലേ, 10ാം സ്ഥാനത്തിരിക്കുന്നേ 1ാം സ്ഥാനത്തിരിക്കും, തമ്മിൽ കുറച്ച 9 എന്ന് പറഞ്ഞ നമ്പറാ കിട്ടേണ്ടത്. ഇതുപോലത്തെ ഡെസിമൽ സംഖ്യ കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. ഒരിക്കലും ഇതുപോലത്തെ ഡെസിമൽ സംഖ്യ കിട്ടത്തില്ല. എന്ന് പറയുമ്പോൾ ഈ 1001 എന്ന് പറയുന്നത് എന്തല്ല? ടേം അല്ല. അല്ലെങ്കിൽ എഴുതി വെക്കണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ എഴുതിയ സിൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേം ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. ഇവിടെ ഒരു നോട്ടും കൂടെ ചേർത്താൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം ആകും. കണ്ടല്ലോ? ഇവിടെ ഒരു നോട്ടും കൂടെ ചേർത്താൽ മതി. നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിന്റെ ഗുണിതമല്ല. കണ്ടോ? ഇത് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന 81.8. ഇങ്ങനെ ഒരു പൊസിഷൻ ഡിഫറൻസ് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതെന്തല്ല? ടേം അല്ല. അപ്പൊ 1001 ടേം ആണോ? അല്ല. അതാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. സെറ്റാണ്. അറിയാൻ പറ്റുന്ന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമ്മൾ പിന്നെയും പറഞ്ഞുതരാൻ ഞാൻ റെഡി. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യയിൽ എത്രയുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. കേട്ടോ? ചോദ്യമൊക്കെ സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ആദ്യമേ ഒരു ചോദ്യമേ ചോദിക്കുന്നു. സ്മാളസ്റ്റ്, ഏറ്റവും ചെറിയ സ്മാളസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണെന്ന് ചോദിക്കുന്നു. ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഏതാ? 100. സെറ്റാണ്. ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കും. ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും 999. ഇത് 2 സെറ്റ്. ഇനി എന്താണ് ചോദ്യം നോക്ക്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ ഈ ഓരോ ടേമിനെ എത്ര കൊണ്ട് ഹരിക്കണം? 7 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ശിഷ്ടം വരണം? 3 ശിഷ്ടം വരുന്ന മൂന്നക്ക സംഖ്യകൾ എത്രയുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിലല്ലേ ആ സംഖ്യ ഇരിക്കും. 100നും 999നും ഇടയിലായിരിക്കും നമ്മുടെ ഉത്തരം. ഓക്കെ, അവിടെ എണ്ണി നോക്കിയാൽ കിട്ടും നമ്മുടെ എന്ത് സംഖ്യകൾ എന്ന് പറയുന്നത്. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഈ 100 ചെയ്യുമ്പോൾ കിട്ടുമോ നോക്കാം. 100നെ എടുത്തുകൊണ്ട് വന്ന് 7 ഡിവൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ 7 1 7 ചെയ്യണം, 30 കിട്ടും. 7 4 28 കിട്ടും. ശിഷ്ടം എത്ര ആയി പോയി മക്കളെ? ശിഷ്ടം ചെയ്തു വന്നപ്പോൾ എന്തോ കിട്ടിയേക്കുന്നത്? 2. അപ്പൊ 100 എന്ന് പറയുന്ന സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ശിഷ്ടം 3 വരണം. അപ്പൊ ഇതിന്റെ ശിഷ്ടം എത്ര? 2. അപ്പൊ അത് സെലക്ട് ആവൂല. അപ്പൊ അടുത്ത സംഖ്യ ഞാൻ ചെയ്തു നോക്കും. 101. തൊട്ടടുത്ത സംഖ്യ തന്നെ ചെയ്തു നോക്കും. 101നെ 7 ഡിവൈഡ് ചെയ്യുമ്പോൾ 7 1 7 31, 7 4 28 3. ശിഷ്ടം എത്ര വരും? 3 വരും. എന്ന് പറയുമ്പോൾ നമ്മുടെ സീക്വൻസിലെ ആദ്യ നമ്പർ എത്ര തന്നെയാണ്? 101. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഇപ്പോഴേ പറഞ്ഞേക്കാം, നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇവിടെ ഡിവിഷൻ ബൈ 7 അല്ലയോ?
ഡിവിഷൻ ബൈ 7 7 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ 7 കൊണ്ടാണ് എല്ലാത്തിനെയും ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എപ്പോഴും ഏത് തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും കേട്ടോ. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? ഇത് മനസ്സിൽ നിന്ന് കളയരുത് കേട്ടല്ലോ. അപ്പോൾ ഡിവിഷൻ ബൈ 7 അല്ലെങ്കിൽ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എത്ര ആയി മാറും? 3 ആവും. ഇവിടെ ഡിവിഷൻ ബൈ 7 ആയതുകൊണ്ട് നമ്മുടെ കോമൺ ഡിഫറൻസ് 7 ആയിരിക്കും. എന്ന് പറയുമ്പോൾ 101 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 108. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. 108നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 1 7 38 എത്ര 7 7 5 35 ചെയ്യും. അപ്പോഴേ ശിഷ്ടം 3 വരും. വേറെ സംഖ്യയിലൊന്നും കിട്ടത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. 100 കഴിഞ്ഞ് 102 ചെയ്ത് നോക്കാം, 103 ചെയ്യാം, 104 ചെയ്യാം. അവിടെ ഉത്തരം കിട്ടത്തില്ല. ശിഷ്ടം എന്ത് കിട്ടത്തില്ല? 3 കിട്ടൂല കേട്ടോ. അപ്പൊ 101 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ 108 തന്നെ. അടുത്ത 999 ആണോ നോക്കാം. 999 ഇങ്ങനെ ചെയ്ത് നോക്കി കിട്ടുമോ നോക്കാം. 999 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7 1 7 വരും, 29 വരും, 7 4 28 വരും, 19 വരും, 7 2 14 വരും. ശിഷ്ടം എത്ര വന്നേ? 5 ആണ് മക്കളെ വന്നത്. ശിഷ്ടം എത്ര വന്നേ? 5. ഇത് സെലക്ട് ചെയ്യാവോ? ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്ര വരണ്ടേ? 3 വരണം. അപ്പൊ 999 അല്ല. അപ്പോൾ ഇവിടുന്ന് ഒരു 3 കുറച്ചാൽ പോരെ? 3 അല്ല, 2 കുറയ്ക്കണം. 2 കുറയ്ക്കണമെങ്കിൽ ഇവിടുന്ന് 2 കുറച്ചാൽ എന്ന് പറയുമ്പോൾ 997നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 7 1 7 1 7 29 7 4 28 17 7 7 2 14. അപ്പൊ എത്ര കിട്ടും? ശിഷ്ടം 3 കിട്ടും. അപ്പൊ സെറ്റാണ്. അപ്പോൾ അവസാനത്തെ സംഖ്യ ഏതാണ്? 997 ആണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി 3 അക്ക സംഖ്യയിൽ ഇത് കണക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 101 108 മുന്നോട്ട് എഴുതണമെങ്കിൽ എഴുതാം. പക്ഷെ അവസാനത്തെ സംഖ്യ 997 ആണ്. തൊട്ട് മുമ്പിലത്തെ സംഖ്യ എഴുതാൻ അറിയാം നിങ്ങൾക്ക്, 990 ആണ് ഒക്കെയാണ്. അപ്പൊ ഇത്രയും മനസ്സിലായി. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തോ ചോദ്യം? 3 അക്ക സംഖ്യയിൽ എത്രയുണ്ട് എന്നാണ് ചോദിച്ചത്. എത്ര സംഖ്യകളുണ്ട്? ഇതിന്റെ ഇടയിലൊക്കെ കുറെ ഗ്യാപ്പാണല്ലോ. എല്ലാം കൂടി ഇരുന്ന് എണ്ണാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് എണ്ണാനായിട്ട് പറ്റില്ല. അപ്പോഴും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ആണ് ഡി സമം എന്ത്? ടേം ഡിഫറൻസ് ബൈ ഡി സമം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ പൊസിഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോഴേ ഉത്തരം കിട്ടും. നോക്കിക്കോണേ. പൊസിഷൻ ഡിഫറൻസ് സമം ഇക്വേഷൻ എന്തോ നേരത്തെ പറഞ്ഞതാണ്, ടേം ഡിഫറൻസ് ബൈ എന്ത് ചെയ്യണം? ഡി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, ടേം ഡിഫറൻസ് ഇവിടെ 101 ഉണ്ട്, ഇവിടെ 997 ഉണ്ട്. പറ 997 മൈനസ് 101 ബൈ ഡി. ഡി എത്ര? 7. സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ 997നെ 101 കുറച്ച് നോക്കാം. 101 6 9 8 എത്ര വരും? 800. അപ്പൊ 896നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 7 1 7 വരും. പിന്നെ 19 വരും. ഇപ്പൊ 7 2 14 56 128 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടും. പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ നമുക്ക് കിട്ടിയത് പൊസിഷൻ ഡിഫറൻസ് 128 എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ പൊസിഷൻ ഡിഫറൻസ്? 128ന്റെ അർത്ഥം ഈ അവസാനത്തെ സംഖ്യയും ആദ്യത്തെ സംഖ്യയും കൂടെ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 128 എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ഥാനം എത്രയാകണം? 129ഉം ഇത് 1. മനസ്സിലായോ? മനസ്സിലാവാത്തവർ പഠിക്കും. ഇത് 129ാമത്തെ ടേമും ഇത് 1ാമത്തെ ടേമും ആണെങ്കിൽ അല്ലയോ 129ൽ നിന്ന് 1 കുറച്ചാൽ മാത്രമേ എന്ത് കിട്ടൂ? 128 എന്ന പൊസിഷൻ കിട്ടൂ. എന്ന് പറയുമ്പോൾ എത്ര സംഖ്യകളുണ്ട് ഇവിടെ? ഈ ചോദ്യത്തിൽ എത്ര സംഖ്യകളുണ്ട്? there are number of terms. എത്ര ടേംസ് ഉണ്ട്? ഇത് കണക്കുള്ള നമ്പർ ഓഫ് ടേംസ് എത്ര? നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉത്തരം കിട്ടി. 129 ടേം ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 129 ഇവിടെ 1 കുറച്ചാൽ മാത്രമേ പൊസിഷൻ ആയിട്ടുള്ള 128 കിട്ടൂ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. അതാണ് പൊസിഷൻ ഡിഫറൻസ്. അതുകൊണ്ട് 128 എന്ന ഉത്തരം കിട്ടണമെങ്കിൽ ഇത് എത്രാമത്തെ ടേം ആയിരിക്കണം? 129ാമത്തെ ടേം ആണ് 997 എന്ന് പറയുമ്പോൾ എത്ര സംഖ്യകളുണ്ട്? 129 സംഖ്യകളാണ് ഈ ചോദ്യത്തിലുള്ളത്. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 3 ശിഷ്ടം വരുന്ന എത്ര 3 അക്ക സംഖ്യ ഉണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം 129. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്